നമ്മൾ അന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു തോന്നുന്നു. അന്ന് ഞാൻ വന്നത് ഒരു ഉത്രാടത്തിൻ്റെ അന്നാ. ഉത്രാടത്തിൻ്റെ നാളാണ്, അത് ഓർമ്മയിലേക്ക്. ഒരു പുസ്തകം കൊടുന്നില്ലേ? ആ പുസ്തകം കൊടുക്കുന്നുണ്ട്. അത് അന്ന് തന്നെയാണ്. അത് ആ സമയത്ത് എപ്പോഴും തന്നെയാണ്. അതെ അല്ലേ? ഇത് നമ്മൾ ഓണത്തിനെ കുറിച്ച് പറയുമ്പോഴേ ഇപ്പോൾ ഇതപ്പോൾ വീണ്ടും ഓണം വന്നിരിക്കുക. എത്ര ഓണം വന്നാലും ഈ ഓണത്തിൻ്റെ ഒരു കൗതുകം, ഒരു പുതുമ തീരവില്ല, നഷ്ടപ്പെടില്ല. അത് വല്ലാത്തൊരു ആണ്ടർതി മലയാള ഭാഷ. ആണ്ടർതി തന്നെയാണ്. ആണ്ടർതി എന്നുള്ള വാക്ക് ഇപ്പം കേൾക്കില്ല. ആണ്ടർതി ഇപ്പം ആരും പറയില്ല, അറിയില്ല ഇപ്പം ഉള്ള ആളുകൾക്ക്. അതെ, അതിൻ്റെ ഒരു സുഖം, ഓണത്തിൻ്റെ ഒരു സുഖം. ഓണത്തിൻ്റെ എന്തേ ഒരു പ്രതീക്ഷ ഉള്ള ഒരു ആണ്ടർതി വേറെ ഇല്ല. ഒരു പ്രതീക്ഷയാണ് മലയാളിക്ക്. ഓണം വരുന്നുണ്ടല്ലോ, ദുരിതം തീരുമല്ലോ എന്നുള്ളതാണ്. കഷ്ടപ്പാടൊക്കെ തീരുകയാണ്. ആദ്യം അതന്നെയാണ്. പണ്ട് അതന്നെയാണത്. ഓണത്തിനൊന്ന് വയറ് നിറച്ച് ഉണ്ണാലോ. നന്ത്രപ്പഴം അന്നേ ഉള്ളൂ. പണ്ട് നന്ത്രപ്പഴം എന്നും കിട്ടില്ല. മാങ്ങ വേനൽക്കാലത്തേ ഉള്ളൂ പണ്ട്. ഇപ്പം മാങ്ങ ഏത് കാലത്ത് പോയി. നേന്ത്രപ്പഴം ഏത് കാലത്ത് നന്ത്രപ്പഴം വാങ്ങാത്തൊരു വീട് കഷ്ടിയപ്പോൾ. നേന്ത്രപ്പഴം ഏത് കാലത്തുണ്ടെങ്കിലും ഇക്കാലത്തുണ്ടാവുന്ന പഴത്തിന് വല്ല വിശേഷമുണ്ടോ? ഉണ്ട്. ഓണത്തിന് ഉള്ള നന്ത്രപ്പഴത്തിന് വ്യത്യാസമുണ്ട്. സ്വാദ് വർദ്ധിക്കും, സ്വാദ് കൂടും. നേരിയൊരു പുളിപ്പിടയ്ക്ക് മുമ്പ് അതൊന്നും ഉണ്ടാവില്ല. മധുരം വർദ്ധിച്ചു വശാവും ഓണത്തിന്. തിരുവാതിരക്കില്ലേ മൈസൂർ പൂവിനൊരു പ്രത്യേക മണവും ഒക്കെ ആയിട്ടുള്ള ആ ഒരു മണല്ലേ. മൈസൂർ പൂവൻ പഴം ഈ ധനു മകരമാസം കാലത്താണ് ഏറ്റവും അധികം സ്വാദ്. ഈ തിരുവാതിരക്കാലത്ത് പിന്നെ മധുരമില്ല എന്നല്ല, ആ രുചിയില്ല. മധുരപ്പോൾ എന്നുമുണ്ട് പഴയ. അതിപ്പോൾ ഓരോന്നിനും ഓരോരോ കാലങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട് അല്ലേ? അപ്പോൾ ആ കാലത്ത് ഉണ്ടാവണത് അതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അത് ഉണ്ടാവാൻ പ്രത്യേകമായിട്ട് മനസ്സിൽ തന്നെ വേണം. നേന്ത്രക്കായ ഉണ്ടാക്കുമ്പോൾ പിന്നെ അതിന് 3 തോലിടണം. നേന്ത്രക്കായ ഒരു തോട് 2 അടി വീതി, 2 അടി താഴ്ച. അതിൽ വാഴത്തോട് കീറുക എന്നാണ് പറയുക. അത് കീറി അതിൽ തോലിട്ടിട്ട് കുറച്ച് മണ്ണിറക്കും. എന്നിട്ട് ചെത്തി ഉണക്കി വെണ്ണൂറ് പൂശി തിരുമ്പി വെച്ചിട്ടുണ്ടാകും വാഴക്കന്ന്. അത് കൊണ്ടുപോയിട്ട് പാറകത്തിൻ്റെ തോല് വെക്കണം. പണ്ടത്തെ നിഷ്കർഷയെ പറയണേ. പാറകത്തിൻ്റെ തോല് ഈ കന്ന് വെക്കണതിൻ്റെ ചൂട്ടിൽ വെക്കണം. പാറകം അത് കരിക്കിൻ്റെ കേട് എന്ന് പറഞ്ഞിട്ട് ഒരു കേട് വരും വാഴയ്ക്ക്. അത് വരാതിരിക്കാനാണ് എന്നാണ് പാറകം എന്ന് പറയുന്നത്. അതൊക്കെ അതൊരു എന്തായാലും ഒരു അത് തോല്, അതിൻ്റെ ഇല. ഇതിൻ്റെ മേലെ പാറകത്തിൻ്റെ തോല് വെക്കണം, ഈ കന്നിൻ്റെ വീതിൻ്റെ മേലെ. എന്നിട്ട് മണ്ണിട്ടിട്ട് ഈ കന്ന് മൂടാൻ പാകത്തിൽ മണ്ണിട്ട് പിന്നെ അങ്ങനെ വെക്കൽ കഴിഞ്ഞാൽ അത് പൊടിച്ചു വരിക എന്നാണ് പറയുക. വാഴ പൊടിച്ചു, അല്ലെങ്കിൽ വാഴ മുളച്ചു, അല്ലെങ്കിൽ വാഴ, അതല്ല അതിൻ്റെ ഭാഷ. വാഴ പൊടിക്കുക എന്നാ പറയുക. പൊടിച്ച് വന്ന് നല്ല ആ തോട്ടുനിന്ന് ഒന്നും കൂടെ പൊന്തി വരുമ്പോൾ പൊടിത്തോലിടുക എന്നാണ് പറയുക. പൊടിത്തോലിട്ടിട്ട് ചവിട്ടി അമർത്തിട്ടാടുക. ഈ 2 അടി കൊണ്ടുണ്ടേ, വീതിയുണ്ട് 2 അടി. അതിട്ട് അതിൻ്റെ മീതെ ഈ വക്ക് ഇടിച്ച് ഇറക്കുക. മണ്ണ് 3 തോലിടണം വാഴയ്ക്ക്. ഇന്ന് ഒരു തോലും ഇല്ല, തോലാവശ്യമില്ല, തോലിടേയില്ല എന്ന്. പിന്നെ അതിൻ്റെയൊക്കെ ഒരു ദോഷം ഈ നന്ത്രക്കായ്ക്ക് ഉണ്ടേനി ഇപ്പോഴേ. പിന്നെ ഈ വസ്തുക്കൾ അതിൽ തളിക്കൽ തുടങ്ങി ഇപ്പോൾ. അത് ആ നന്ത്രപ്പഴത്തിൻ്റെ സ്വാദിനെ ബാധിച്ചു. നന്ത്രപ്പഴം വേഗം കേട് വരും. ഇപ്പോൾ കേട് വരും. അത് പഴുത്ത് കെട്ടിത്തൂക്കുക, കൊടന്ന് കെട്ടിത്തൂക്കുക എന്നാണ് പറയുക. കെട്ടിത്തൂക്കി പണ്ടത്തെ പഴം ഒരു 10 or 15 ദിവസം പഴുപ്പ് ഏറിയാലും അവിടെ നിന്നോളൂ, അതിനൊരു കേട് വരില്ല. ഇപ്പോൾ ഒരാഴ്ചയായി ആ പഴം കൊഴിഞ്ഞു വീഴലിടുന്നു. അത് ഈ വളപ്രയോഗത്തിൻ്റെ ഇതാണ്. പിന്നെ പണ്ടത്തെ തിരിച്ച് നനയ്ക്കുക. തിരുവാതിരയ്ക്കാണ് വാഴ നനറിഞ്ഞ. തിരുവാതിര കുളിപ്പിക്കുക എന്നാണ് പറയുക വാഴയെ. അപ്പോൾ
അതിൻ്റെ ഇട നനയാൻ തന്നെ കുറേ ദിവസം പിടിക്കും. 2 വാഴയുടെ ഇട തേവിയിട്ടാണ് നനയും. മോട്ടോറൊന്നല്ല, വലിയ വെള്ളം അങ്ങോട്ട് കൂടുതൽ ചെല്ലണമൊന്നുമില്ല. ആ ഇട ഇങ്ങനെ നനഞ്ഞ് ഇതായാൽ അപ്പോൾ ഒരു തോലിടണം, അവസാനത്തെ തോല്. എന്നിട്ട് മണ്ണ് തട്ടിക്കൂട്ടാൻ പാടില്ല. ഏതാണ്ട് ആ തോട് തൂർന്നുണ്ടാവും. അപ്പോൾ പിന്നെ നന ഇറങ്ങുക. ആഴ്ചയിലൊരു നന എന്നാ പറയുക. അന്ന് ഈ പാടത്താണോ? അല്ല, പാടത്ത് നേന്ത്രപ്പഴ കായ വെക്കില്ല പണ്ട്. കരോറം എന്ന് പറയും. കരിങ്കറ. കരോറം എന്ന് പറഞ്ഞാൽ പാടല്ലാത്ത സ്ഥലത്തിന് കരോറം എന്ന് ഒരു കരോറം. കരിങ്കറിയ തന്നെയാണ്. കരിങ്കറയിൽ 2 വിള എടുക്കില്ല. 2 വിള ശരിക്കും എടുക്കണതിനാണ് പാടം എന്ന് പറയുക. പിന്നെ മോട്ടോറോ വെള്ള സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ പുഞ്ചി എടുക്കും. അത് ഇതിൽ കൂട്ടില്ല. പുഞ്ച ഇതിൽ കൂട്ടില്ല. പിന്നെ കരിങ്കറയിൽ വാഴ വയ്ക്കും. കരോറായത്തിൽ പെടുക. എന്നാൽ നല്ല കരോറ അല്ലേ ഇനി. നെല്ലൊക്കെ നടന്ന സ്ഥലമാണ്. ശരിക്കും പള്ളിയിൽ വലിയ സ്ഥലമാണ് വാഴയ്ക്കുന്നത്. വെള്ളമാർച്ച വേണം. നല്ല വെള്ളമാർച്ച വേണം. വെള്ളം നനവും വേണം. അതോടുകൂടെ വെള്ളം വാർച്ചയും വേണം. അങ്ങനെയുള്ള ഒരു ഉയർന്ന സ്ഥലത്താണ് വാഴയ്ക്ക്. അതിലിപ്പോൾ ഈ വാഴയുടെ കായ കൊണ്ട് ധാരാളം പദാർത്ഥങ്ങൾ ഓണത്തിനുണ്ടല്ലോ. ശർക്കരപ്പേരി ഉൾപ്പെടെ. ശർക്കരപ്പേരി, പഴപ്രഥമൻ അങ്ങനെയൊന്നുമില്ല. പഴപ്രഥമൻ പതിവില്ലല്ലോ ഓണത്തിന്. പണ്ട് പതിവില്ല. അതോനെ പതിവില്ല. പ്രഥമനെ പതിവില്ല. പായസേ പതിവില്ല പണ്ട് ഓണത്തിന്. എത്ര ധനാഢ്യരായിട്ടുള്ള ആ ദിക്കിലും പായസമൊന്നും വെക്കില്ല പണ്ട്. അത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം കാരണമല്ല. പായസം ഒരു പതിവല്ല ഓണത്തിൻ്റെ. പായസം എന്ന് പറയുന്ന അപൂർവ അവസരങ്ങൾ, അത്രയും വിശേഷപ്പെട്ട അവസരങ്ങളാണോ? പ്രഥമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവാഹത്തിന് തന്നെ പ്രഥമൻ ഉണ്ടാവും. പിന്നെ പായസം ഇടിച്ചു പിഴിഞ്ഞ പായസം ആട്ടപ്പിറന്നാളിനുണ്ടാവും. അത് വേണമെന്ന് നിയമം തന്നെ ഉണ്ട്. ഇടിച്ചു പിഴിഞ്ഞ പായസം അത് കേട്ടില്ലേ? പിന്നെ അത് ഇതിൻ്റെ അത്ര സ്വാദ് ഒരു പാലാടപ്രധാനൊന്നുമില്ല. അത് ശർക്കര വേണം, അതിന് പഞ്ചസാര പോരാ. അപ്പം അത് ഓണത്തിന്. അപ്പം ഓണസദ്യ എന്ന് പറയുന്നത്, ഓണസദ്യ എന്ന് പറയുന്നത് പിന്നെ ഈ പായസം അതിൽ പെടില്ല. പായസം ഇന്നത്തെ എന്താ പറയുക, പരിഷ്കൃത ലോകമെന്നോ എന്താ വെച്ചാൽ പറയാം, ആ കാലത്തുള്ളതാണ്. പണ്ട് പ്രഥമില്ല. പഴന്നുറുക്കും പപ്പടവും പഴമാണ് ഓണത്തിന് പ്രധാനം. അത് വേറെ ഒന്നുമല്ല. പിന്നെ കാളൻ അതുണ്ട്. കാളുണ്ട്. കാളൻ എരിശ്ശേരി ഉണ്ട്. എരിശ്ശേരിയാണ് ആദ്യം ഇല വിളമ്പ്. പിന്നെ കാളൻ, പിന്നെ ഓലൻ, പിന്നെ അവിയലൊന്നും പണ്ടില്ല. പിന്നെ വന്നതാണ്. അത് പിന്നെ വന്നതാണ്. കിഴക്കനാണ് സാമ്പാർ, തമിഴ്നാട്. എന്ന് വെച്ചാൽ ആദ്യകാലത്തെ ഓണ ആഘോഷം സാമ്പാറൊന്നും ഇല്ല. ഈ മോര് വീട്ടി കൂട്ടാനാണ്. അതെ. രസകാളൻ എന്നൊക്കെ പറയും. രസകാളൻ അതന്നെയാണ്. കാളം കുറുക്കൽ തന്നെ കഷ്ടിയാണ് പണ്ട്. എന്നാൽ അപൂർവം ഇല്ല എന്ന് പറയും. കുറുക്കാത്ത കാളനാണ് രസകാളൻ. അതാണ് രസകാളൻ. അത് കൂട്ടി ഉണ്ണുക. ഈ സാമ്പാർ പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. സാമ്പാർ രസമൊന്നും പണ്ട് കേരളത്തിലില്ല. അത് തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ്. കിഴക്കനാണ് പണ്ട് ആളുകൾ പറയുന്നത്. അപ്പോൾ ഈ ഉത്രാടത്തിൻ്റെ അന്ന് സ്വതേ സദ്യ ഉണ്ടോ? ഉത്രാടാണ് ഓണത്തിൽ കേമായ ദിവസം. ഉത്രാടാണ് കേമ. തിരുവോണം കേമ അല്ല എന്നല്ല, പക്ഷേ തിരുവോണത്തിൻ്റെ അത്ര തന്നെ പ്രധാനം ഉത്രാടത്തിനുണ്ട്. ആ ഉറ്റത്തിനുമുണ്ട്. ശർക്കരപ്പേരി, ഉപ്പിലിട്ടത് ഒക്കെ ആദ്യം ഉണ്ടാക്കി വയ്ക്കും. വടുവപ്പിളിയാണോ? വടുവപ്പിളിയെ പാടും. അന്ന് സ്വാദും കൂടുതൽ. ഓണക്കാലത്ത് വടുവപ്പിളിക്ക് സ്വാദ് കൂടും. ഇപ്പോൾ അല്ലാത്തൊരു കാലത്തൊന്ന് വാങ്ങിയാൽ നമുക്ക് തന്നെ അറിയാം. വടുവപ്പിളി കേമായിട്ട് ഉപ്പിലിട്ടിട്ടൊക്കെ ഉണ്ടാവും. സ്വാദ് ഈ ഓണക്കാലത്ത് അത്ര ഇല്ല അതിന്. അങ്ങനെയില്ല. വടുവപ്പിളിക്കും ഉണ്ടത്. പിന്നെ വടുവപ്പിളിയുടെ ഒരു കാലം ഈ ചിങ്ങം ആണ് അതിൻ്റെ ഒരു സീസൺ എന്ന് അറിയില്ല. അത് മറ്റത് കിട്ടില്ല എന്നല്ല. അതാണ് ഈ വടുവപ്പിളി നാരങ്ങയ്ക്ക് ഇപ്പോൾ അല്ലേ? വടുവപ്പിളി നാരങ്ങ നാരങ്ങ വേണ്ടേ കൊണ്ടുപോയില്ലേ ഓണമല്ലേ എന്ന് ആരും ചോദിക്കും. കച്ചവടക്കാരൊക്കെ അവർക്കും കൂടി അറിയത്. ഓണക്കാലത്ത് എന്തായാലും അതൊക്കെ ഉണ്ടാവും വീട്ടുകളിൽ. ഒരു കൊട്ട ചോറ് കൊടുക്കാനൊക്കെ ഉണ്ടാവുമോ പണ്ടെന്ന് നിരീച്ചാൽ ഓണത്തിനുണ്ടാവും. പിന്നെയൊക്കെ കുറച്ച് കഷ്ടി കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ അതിനും അല്ലേ? ഇല്ല, ചിങ്ങിയം കന്നിയിലാണ് കൊയ്ത്ത്.
കഞ്ഞിയിലെ കൊയ്ത്ത്. ചിങ്ങം ഇതിൽ കൊയ്യും. ചെറിയ വിത്തൊക്കെ നട്ടാൽ മോഡൻ കൊയ്യും. അതാ ഞാൻ ഓർമ്മ. മോഡൻ. അത് അവിടുത്തെ പറയട്ടെ. അത് മോഡൻ കൊയ്യും. എന്താ പറയുക, മോഡൻ്റെ അരിയുടെ അത്ര സ്വാദ് വേറെ ഒരരിക്കില്ല. ഓഹോ. അതിൻ്റെ ചോറിന്. പുത്തരിക്കൊക്കെ അത് ശരി. നമ്മുടെ വീടുകളിലൊക്കെ പുത്തരിക്ക് മോഡൻ്റെ അരിയാണ് എടുക്കുക. മിഥുനം കഴിഞ്ഞാൽ വ്യസനം തീർന്നു, കർക്കടം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്നാണ്. അത് പണ്ടത്തെ ഒരു ചൊല്ല. മിഥുനം കഴിഞ്ഞാൽ ഏതാനും ഒരു വലിയൊരു വിഷമം, മനസ്സിലുള്ള വിഷമല്ലേ, അതാണ് തീരും. ഇനി അധികം ഇല്ലല്ലോ, ഇനി ഒരു മാസമല്ലേ. കർക്കടം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു, പട്ടിണി കഴിഞ്ഞു എന്നാണ്. ഈ മഴയൊക്കെ ബാധകമാണ് അല്ലേ? മഴയും ഒരു പണിയും ഉണ്ടാവില്ല ആൾക്കാർക്ക്. പട്ടിണി തന്നെ. പട്ടിണി ഇല്ലാത്ത കുറച്ച് വീട് വെച്ചാൽ നമ്മുടെ ഈ വീടുകളില്ലേ, ആ വീടുകൾ തന്നെ ഉള്ളൂ. ബാക്കിയൊക്കെ പട്ടിണി ജമ്മികൾ. കാരണം പണിക്ക് പോകില്ല. പണിയാവും. പണിയില്ലല്ലോ. ഒരാളൊരു കടം, ഒരു വായ്പ, ഒരു സാധനം ചോദിച്ചാൽ കൊടുക്കില്ല. ഇവർക്ക് അങ്ങോട്ട് കൊടുക്കാൻ വഴിയുണ്ടാവില്ല. അത് വെച്ചാൽ ആരും കൊടുക്കില്ല. അപ്പോൾ ഒരു പണിക്കാരൻ പിന്നെ അവിടെ ചെന്ന് നിന്നിട്ട്, ആ ഉടമസ്ഥൻ്റെ അവിടെ ചെന്ന് നിന്നിട്ട്, എന്താടോ പോകുന്നത്? അല്ല, കർക്കിട മാസം കാലം മൂത്താരേ, കാഞ്ഞരക്കായി നിന്നും കുരങ്ങൻ മൂത്താരേ എന്നാണ്. ഓ, കാലനെന്ന് വിളിച്ചു, കുരങ്ങനെന്ന് വിളിച്ചു ഇയാളെ. ശരിക്കും ആ ഇത് നല്ല ഫലിതമാണ്. കർക്കിടക മാസമാണ് കാലം മൂത്താരേ. കാലം എന്നാണ് അവൻ പറയണത്, പക്ഷെ അവൻ പറയണത് കാലം എന്നാണ്. എന്താ നീ പറ? അല്ല, കാലേ, കർക്കിടക മാസം കാലം എന്ന് പറയുന്നത് ഒന്നുമില്ല. അതെ, അതുകൊണ്ട് എന്തെങ്കിലും ചോദിക്കാൻ വന്നതാണ് എന്ന് പറയുകയാണ് അവൻ. അന്ന് നമ്മൾ ഈ ഓണത്തിൻ്റെ ആഘോഷങ്ങൾ സ്വതേ ഒരു കായിക വിനോദങ്ങളും ഉണ്ടായിരുന്നു. കായിക വിനോദമുണ്ട്, പണ്ടുമുണ്ട്. ആട്ടക്കളം നിൽക്കുക, അത് കാർമണ്ണുണ്ടായിരുന്നു. കാർമണ്ണുണ്ടായിരുന്നു. അവർ വീടുകളിലുണ്ടാവും. അതേ പ്രായക്കാരൊക്കെ വന്ന്, നമ്മുടെ പ്രായക്കാരെ ചെറുപ്പായി ആരോ വന്ന് കൂടി ആട്ടക്കുളം നിൽക്കുക. തലമപ്പന്ത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാനും കളിച്ചിട്ടുണ്ട്. ഈ ആട്ടക്കുളം ഞാൻ നിന്നുള്ളൂ. അടി കിട്ടും. നല്ല അടി കിട്ടും. നല്ല മനസ്സിലെത്തേണ്ട കാര്യമാണിത്. ആ ആൾക്ക് ഒരു ദയൊന്നും ഉണ്ടാവില്ല ഈ അടിക്കുന്ന ആൾക്ക്. എങ്ങനെ കൈ പരത്തിയിട്ട് അത് എവിടെ അടിക്കാന്നൊന്നുമില്ല. ചിലപ്പോൾ വർമ്മങ്ങളിൽ തന്നെ അടി കൊണ്ടുവന്ന് വരും. പിന്നെ ഒരു അപകടമുള്ള ഒരു കളിയാണത് ഈ കാട്ടക്കുളം. ആട്ടക്കുളത്തിലെ തല്ല് കൊണ്ടിട്ട് അവസാനമായ കഥകൾ തന്നെ ഉണ്ട്. ഒറ്റപ്പന്നി എന്ന് പറയും. 4-5 ആൾ കൂടിയിട്ട് ആട്ടക്കുളം ഇങ്ങനെ നിൽക്കുക. മറ്റേ സെറ്റ് ഒരു കളം ഉണ്ടാവും. അവിടുന്ന് ചാടുക ചെയ്യുക. ചാടിയിട്ട് ഈ ആളെ പിടിക്കുക ചെയ്യുക. ആ പിടിക്കുമ്പോഴാണ് അടി. അയാൾ പിടിക്കാൻ സമ്മതിക്കില്ല. പിടിക്കുമ്പോഴാണ് അടി. അവരെയൊക്കെ പിടിച്ച് തോറ്റു എന്നുള്ള അത് അയാൾ പുറത്ത് പോരും. അങ്ങനെ ആ 3 ആളെയും പിടിക്കുക. അവസാനത്തെ ആൾക്ക് ഒറ്റപ്പന്നി എന്ന് പറയുക. ഒറ്റപ്പന്നിക്ക് ശക്തി കൂടും. ഈ പന്നികളില്ലേ, കാട്ടുമൃഗം, ആ പന്നി ഒരു ഒറ്റ പന്നിയായിട്ട് കണ്ടാൽ ആ പന്നി ഇന്നത് ചെയ്യാനില്ല. അത് ആളെ ഉപദ്രവിക്കും, കുത്തി ഇല്ലാതാക്കും. അതാണ് ആ ഒറ്റപ്പന്നിൻ്റെ സമ്പ്രദായമാണ് ഈ ഒറ്റയ്ക്ക് നിൽക്കണ ആൾക്ക്. എന്താ അത് അയാളെ പിടിക്കാൻ കഴിയില്ല. ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അയാൾക്ക് പലതരത്തിലും അത് കുതറി മാറാനൊക്കെ പറ്റും. അപ്പം ഈ ഒറ്റപ്പന്നി എന്ന് പറയുന്നത് ദുർബലനായിട്ടുള്ള ഒരാളെ കുറിച്ച്, അല്ലെങ്കിൽ വേറിട്ട് നിൽക്കുന്ന ഒരാളെ കുറിച്ചല്ല. അല്ല, അതിശക്തനായിട്ടുള്ള ആളെ പറയണത്. അയാൾ ശക്തനൊന്നാവണ്ട, അയാൾക്ക് ശക്തി ഉണ്ടായിക്കോളും. സാധാരണ ശക്തി മതി അയാൾക്ക്. പക്ഷെ അയാളെ പിടിക്കണമെങ്കിൽ നല്ല മല്ലാണ്. പിന്നെ ഓണത്തല്ല്, അത് ഇവിടെ പാലക്കാട് ഭാഗം നമ്മളെ ഇവിടെ ഉണ്ടായിരുന്നു. ഓണത്തല്ലുണ്ടായിരുന്നു. ഇവിടെ ഒരു അമ്മാമ ഓണത്തല്ലിന് പോയാണ്. അതെ, കയ്യാങ്കളിയൊക്കെ അറിയണ ആളെ. അപ്പോൾ കാരണന്മാർ അതിന് പറ്റിയ ഒരാളായിട്ടൊക്കെ അത് റിഹേഴ്സൽ നടത്തിയിട്ടേ പോവുക. അതെയോ? അവിടെ ആളെ നേരിടാനാണ് പോണേ. അതിന് വലിയ പ്രാപ്തി ഉണ്ടോ എന്ന് നോക്കും ഇവിടുന്ന്. കാരണം വലിയ കാരണന്മാർ. ഇപ്പോൾ മരുമക്കളെ വലിയ ഇഷ്ടമാണേ. മരുമക്കൾക്ക് തല്ല് കിട്ടരുത് എന്നുണ്ട്, ജയിക്കണമെന്നുണ്ട്, എന്നിട്ട് അടി ഒന്നും കിട്ടരുത് എന്നുണ്ട്. അപ്പോൾ അതിന് പറ്റുമെന്ന് വലിയൊരാളായിട്ട് ഒരു പരിശീലനം നടത്തിയിട്ടേ ഇവിടുന്ന് പോകും. അവിടെ പോയിട്ട് അവിടുന്ന് ജയിച്ചു പോന്നാൽ അല്ലെങ്കിൽ ഇവിടുന്ന് അടിയും കിട്ടും.
ഇനി ഈ പടി കൊണ്ട് കിടക്കരുത് പറഞ്ഞു. കാരണവന്മാരേത്? വേറെ ഒരാളെ തല്ല് വാങ്ങിയിട്ട് ഈ പടി കൊണ്ട് ചവിട്ടരുത് എന്നാ പണ്ട് കാരണന്മാർ പറയുക. വേറെ ഒരാളെ തല്ല് വാങ്ങിയിട്ടേ അത് അങ്ങനെയല്ല പറയുക. അങ്ങനെ പറയാ. തലമപ്പന്ത്. തലമപ്പന്ത്. അത് ഈ തലമപ്പന്ത് കുറച്ച് കുട്ടികളാണ് പൊതുവെ. ആ കുട്ടികളധികം, വലിയവരെ അങ്ങനെ പതിവില്ല. ഈ ഓലോണ്ടാണ് ആ പന്ത് ഉണ്ടാക്കുക. 4 ഓലപ്പന്തും 3 ഓലപ്പന്തും ഉണ്ട്. അത് രണ്ടുണ്ടാക്കാൻ എനിക്ക് വശം. അതെ, ഇപ്പോഴും പതിവുണ്ട്. അതിൻ്റെ ഉള്ളിൽ തീറ്റ ഇടണം. തീറ്റ കല്ലിട്. ആ 4 ഓലപ്പന്ത് നല്ല നല്ല കലയാണ്. 4 ഓലപ്പന്ത് അത് കാണേണ്ട വേണമില്ല. 4 മുക്കാണ് അതിന്. പിന്നെ 4 ഓല കൊണ്ടാണ്. 3 ഓല കൊണ്ട് വെട്ടുന്ന പന്തുണ്ട്. ഓണം പക്ഷെ കഴിയുമ്പോഴേക്കും പിന്നെ ഏറെക്കുറെ എല്ലാവരെയും എന്താ പറയുക, ചതയം ചതിച്ചു പോയി എന്നാ പറയുക. ആ വിട്ട ചതയല്ലേ, ഏതാണ്ട് അവസാനത്തെ ഓണം എന്നാ. പിന്നെ ഉത്രട്ടാതി വള്ളംകളിയൊക്കെ ഉണ്ട് തെക്ക്, അതൊക്കെ ഓണത്തിൽ പെടും. ഈ ഇല്ലാത്തവന് അത് പെടില്ല. ഇല്ലാത്തവൻ്റെ ഓണം ചതയത്തോട് കൂടെ കഴിഞ്ഞു. ചതയം ചതിച്ചു പോയി എന്ന് വെച്ചാലോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. വീട്ടിലൊന്നും ഉണ്ടാവും, ഒന്നും ബാക്കിയില്ല. ചതിക്കന്നെ ചെയ്തേ ചതയായി. അതുണ്ട് ഉത്രാടപ്പാച്ചിൽ. അതിപ്പോഴും അത് ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലെങ്കിലും ഇപ്പോൾ അതുണ്ട്. പാച്ചിലുണ്ട്. പാച്ചിലില്ല വായി തന്നെ. ഉത്രാടപ്പാച്ചിൽ ഇപ്പോൾ നാളെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ കാണാം അതിന്റെ സ്ഥിതി. അയ്യോ, ആ ആളുടെ തിരക്ക്. അവർക്ക് ഒന്നുമില്ല, ഒക്കെ വാങ്ങിക്കൊണ്ടായിട്ടുണ്ടാവും. 4 അങ്ങനെ പാച്ചിൽ തന്നെയാണ്. ഓ, ചതയത്തിന് അങ്ങനെ ഉണ്ടല്ലോ. ചതയം കഴിഞ്ഞാൽ കഴിഞ്ഞു. ചതയം കഴിഞ്ഞാൽ കഴിഞ്ഞു. ചതിച്ചു പോയി എന്നാ പറയും. മാതേവർ അപ്പോൾ അവസാനിക്കുന്നില്ല. ഇല്ല, മാതേവർ എടുക്കാൻ നല്ല ദിവസം പണിക്കര് കുറിച്ചിട്ടുണ്ടാവും. ജ്യോത്സ്യർ വരും. ഓണം പറയാന്നാ പറയുക. ഓണം പറയുക, വിഷു പറയാം. ഓണം പറച്ചിലുണ്ടായിരുന്നു. ഓ, ഓണം വന്ന് അവർക്ക് അവകാശമൊക്കെ കിട്ടാനാണ്. അല്ല, എന്നാലും അത് ആ ഓലയിൽ വിഷുപ്പറച്ചിൽ കേട്ടിട്ടുണ്ട്. ഓണത്തിനുണ്ട്. അവർ പറയും മാതേര് വയ്ക്കാനും മാതേര് എടുപ്പാനും ശുഭം എന്നാണ്. ഉത്രട്ടാതി പുലർന്ന് 7 നാഴിക കഴിഞ്ഞാൽ മാതേരെടുപ്പാനും ശുഭം എന്നാണ് അവർ എഴുത്താണിയാണ്. അന്നാണ് മാതേരെടുക്കുക. ഇവരെ വലിയതായി കണക്കാക്കണ കാലമാണെന്ന് ഈ ജ്യോത്സ്യരെ. അത് അങ്ങനെ അവർ പറഞ്ഞിട്ടാണ് മാതേരെടുക്കുക. അപ്പം അതിങ്ങനെ നീണ്ടു പോകും അല്ലേ? പൂരാടത്തിന് 3 പൂരാടക്കുട്ടി, ഉത്രാടത്തിന് 5 മാതേര് വലുത് ഉയരമുള്ളത്. പിന്നെ അത് വേറൊരു പീഠത്തിൽ. തിരുവോണത്തിന് 7 മാതേരും മഹാബലി. മകത്തടിയൻ 16 മകം. 16 മകത്തിന് വെച്ച് രാവിലെ മാതേര് എഴുന്നള്ളിക്കാന്നാ പറയുക. അട വേണം അതിന്. അത് നമ്മൾ വീട്ടിലുണ്ടാക്കുക പതിവ്. അത് മതി, അങ്ങനെ പതിവ്. അത് നല്ല അടയവും നല്ല അട ഉണ്ടാക്കിയല്ലേ, നല്ല നാളികേരവും നല്ല ഇതൊക്കെ ചേർത്ത്. അതെ, അട കൊടുത്ത് വരുത്തുക, അപ്പം കൊടുത്ത് പറഞ്ഞയക്കുകയാണ്. മാതേര് എടുക്കണമെന്ന് അപ്പം വേണം. ഓ, പൂജയ്ക്ക് മാതേരിന് നേദിക്കാന്നാ പറയുക. ഈ ഓണത്തിൻ്റെ അന്ന് രാവിലെയാണോ ഈ നേദിക്കല്? തിരുവോണത്തുനിന്ന് മഹാബലിക്ക് പുലർച്ചെ അട കൊണ്ട് നേദിക്കുക. അട വേണം, നിയമമാണ്. അത് നമ്മൾ തന്നെ നേദിക്കില്ലേ ചെയ്യുക? നമ്മൾ തന്നെ നേദിക്കുക, നമ്മൾ പൂജിക്കും. പിന്നെ അപ്പോഴേക്ക് ഈ പാണര് പാട്ട് പാടാൻ വരും. ഉത്രാടത്തിൻ്റെ രാത്രി. അവിടെയൊക്കെ ആ നേരത്തെ അധികം വന്നായിരുന്നു. അതെയോ? ഓരോ ചുറ്റി അടിച്ചിട്ട്. ഒന്നാമതിപ്പോൾ ഇവിടെ അവരുടെ വീട് ഇവിടെ അടുത്താണ്. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം പാടാച്ചിട്ടാവും. അല്ലെങ്കിൽ എന്ത് രീതിയിലാണെന്ന് വെച്ചാൽ ആ സമയത്താണ് അവർ വരുന്നത്. ആ നേരാവും. അവരതിലൊക്കെ കൂടും. അവർക്ക് ഈ അടയും ഇതൊക്കെ കൊടുക്കും. അവർ ആണുങ്ങൾ പൂവ് വിളിക്കാനും കൂടും. പൂവ് വിളിക്കണം. മാതേര് പൂജിക്കൽ കഴിഞ്ഞാൽ 3 പ്രാവശ്യം പൂവ് വിളിക്കണം. അതിന് ഇവരും കൂക്കാൻ കൂടും. ഇവരുടെ ഈ ആണുങ്ങൾ ഉണ്ടെങ്കിൽ അവരും കൂടും. കേമായിട്ട് വിളിക്കുക പറഞ്ഞാൽ അറപ്പുവിളിയല്ലേ? അതോ പൂവേ പോൽ പൂവേ പോൽ പൂവേ കൂയി 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 3 കൂക്കും. മറ്റേ പോലിനാണല്ലേ? പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി പൂവേ. പിന്നെ അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഈ ജ്യോത്സ്യൻ പറഞ്ഞ പ്രകാരം മാതേരെടുക്കും. മാതേരെടുക്കണമെന്ന് അപ്പം വേണം. നല്ല അപ്പം, കനള്ള. അത് എന്ന് രാവിലെ രാത്രിയോ പതിവ്? അത് അവർ പറഞ്ഞ നേരത്ത് ചിലപ്പോൾ വൈകിട്ടാവും. എൻ്റെ ഓർമ്മകളിൽ എപ്പോഴും വൈകിട്ട് ഇങ്ങനെ. വൈകിട്ട് മാതേര് നീക്കി വെക്കും. രാത്രി 8 മണിക്കൊക്കെ മാതേരെടുക്കാനാവും ഇവരുടെ
അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് നീക്കി വെക്കും. പിന്നെ രാവിലെ അതൊക്കെ അതാത് സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. അതെ അതെ അതെ, അതിങ്ങനെ അവിടെ ഇരിക്കും അല്ലേ? അതെ. മകത്തടിയൻ പിന്നെ അതിനെ പരിഷ്കരിക്കുകയാണോ ചെയ്യുക? മകത്തടിയൻ അല്ല, മകത്തടിയൻ വേറെ ഉണ്ടാക്കണം. മകത്തടിയൻ ഉണ്ടാക്കി നല്ല തടി വണ്ണമുള്ള മധുരമാവണം. മണ്ണുണ്ട് ഞാൻ ഉണ്ടാക്കിയിരുന്നു. അതെ. പിന്നെ എന്നിട്ട് അതിൻ്റെ 4 പുറവും പാമ്പ്, പാമ്പിൻ്റെ പണം, പിന്നെ അതൊരു ഭംഗിക്ക് അതിന് അരമണിയുണ്ടാവും. ആ ഇരിപ്പിടത്തിൻ്റെ പീഠത്തിൻ്റെ 4 പുറം അരമണി, അതിൻ്റെ ഓരോ മൂലയ്ക്ക് ഒരു കുട്ടി മാതിരോള്. മഹാബലിക്കാവുന്നില്ല. അതുണ്ട്, ഈ കുട്ടിമാതയിലും അരമണിയൊക്കെ ഉണ്ട്. പാമ്പൊന്നുമില്ല. മകത്തടിയൻ 3 മാതേര ആയില്യ കുട്ടികൾ ആയില്യെന്ന വയ്ക്കും. മകത്തടി തന്നെ 16-ാം മകത്തിന്. അതിനുണ്ട് ഈ പൂജയൊക്കെ. പിന്നെ മകത്തടിയനെ വെക്കുമ്പോൾ ഇതുപോലെ പൂജയൊന്നുമില്ല. അത് വെച്ചാൽ അത് എടുക്കുന്ന വരെ വൈകുന്നേരം പൂജിക്കണം. അതേലും ഇരിക്കുക. അതിൽ കഞ്ഞേറ്റിലെ ആയില്ലെന്ന് പറയും. കഞ്ഞിൽ ഓണം ആദ്യം വന്നാൽ ആയില്യമക ആദ്യം വരുമല്ലോ. അപ്പോൾ നെല്ലിൻ്റെ പിറന്നാളാണ് ആയില്യം. കഞ്ഞിയിലെ ആയില്യം നെല്ലിൻ്റെ പിറന്നാളാണ്. അന്ന് നെല്ലൊന്നും തൊടാൻ പാടില്ല, കൊയ്ത്തും ബുദ്ധിയൊക്കെ നിർത്തും. കണ്ടത്തിൻ്റെ വരമ്പത്ത് കൂടെ പോകുമ്പോഴും കൂടി ആളുകൾ മനസ്സിരുത്തിയിട്ടേ വീണ് കിടക്കുന്നുണ്ടാവും വരമ്പത്തേക്ക്. തൊടാതിരിക്കാൻ അന്ന് അത്ര മനസ്സിരുത്തും. നെല്ലാണ് അന്ന് ഹൃദയ നാടി. അതാണ് കാരണം. നെല്ലിലും വലുതും എവിടെയും പൈസ ഒന്നുമില്ല അന്നേ. ശമ്പളക്കാര് നന്ന കക്ഷിയാണ്. അപ്പോൾ ഇതിനെ വലിയ ഭക്തിയാണ്, ഭക്തി തന്നെയാണ് നെല്ലിന്. ഭക്തി ആ നെല്ലിൻ്റെ കതിരെടുത്ത് കൊടുന്നിട്ട് ഈ ആയില്യ കുട്ടികളുടെ അവിടെ കുത്തും. മണ്ണാണല്ലാണ്ട് തറയത്. അങ്ങനെ ഈ മകത്തടിയൻ്റെ ആ പാമ്പിൻ്റെ അവിടെയൊക്കെ ഈ നെല്ലൊക്കെ കതിരിങ്ങനെ വളഞ്ഞ് നിൽക്കും, കുത്തും. അതൊക്കെ അതങ്ങനെ. പിന്നെ കഞ്ഞിയേറ്റ് അവസാനം ഒരു ആയില്യുണ്ട്, അതിനും കൂടി 3 മാതേര് വെച്ചേർന്നു. അതെയോ? ഈ കഞ്ഞി ആയില്യം 2ാമത് വരും ചിലപ്പോഴേ. ആയില്യമക ആദ്യം കഴിയും, ഓണം ആദ്യമാണെങ്കിൽ. അപ്പോൾ 2ാമത് കഞ്ഞേറ്റിലെ ആയില്യം വരും. അന്നും കൂടി ഈ 3 മാതേര് വയ്ക്കും. അത് വലിയ അതേപോലെ പൂവിടും. അതേപോലെ പൂവിടും പണ്ട്. ഇതിപ്പോൾ ഈ 10 ദിവസമാക്കാൻ തന്നെ ആള് കാശ് കൊടുത്ത് വാങ്ങണം. അന്ന് കാശ് കൊടുത്ത് വാങ്ങണ്ട പൂവേ. തൊടി കൊടി ഉള്ള പൂവാണല്ലോ. എന്താ നമ്മൾ പറമ്പിൽ വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഏത് പൂവാച്ചാൽ അതൊക്കെ ഭംഗിയാ. മത്തം പൂവോ എന്തും ആവാം. അതെ, എന്ത് ചെയ്യാലോ. അതെ, അതൊക്കെ പോയി അല്ലേ? ആ മാതേവര് വെക്കുന്ന ചടങ്ങുകളോ അത്തരം കാര്യങ്ങളോ ഒക്കെ പോയി. മാതേര് വെക്കലേ ഇല്ല. കഴിയില്ല. മാതേര് വെക്കല് നല്ലൊരു അധ്വാനമാണ്. ഇനി അത് തീർച്ചയായിട്ടും ഭയങ്കര അടിച്ചു കൂട്ടി ഉണ്ടാക്കുന്നത്. ആ മണ്ണുണ്ടായി കിട്ടാനേ അതിന് വെള്ളം കയറരുത്, ചരല് പാടില്ല. അതെ, കല്ല് പാടില്ല. അത് നല്ല പണിയാണ്. വീട്ടിലെ ആണുങ്ങൾക്ക് അതാ പണി, പെണ്ണുങ്ങൾക്ക് ദഹനം. ആ ഓണത്തിന് കാതൻ ചെമ്പില്ലേ, 3 പറ വെക്കണ ചെമ്പൊക്കെ ഉണ്ട് പണ്ടേ. 3 പറ അരി വയ്ക്കും ഒരു ചെമ്പിൽ. അങ്ങനത്തെ ചെമ്പ് തൃക്കടിയിലാണെങ്കിൽ ഉഴപ്പോണ അവിടെയൊക്കെ ഉണ്ട്. 60 കാതൻ ചെമ്പുണ്ട് ഉഴപ്പോണമെങ്കിൽ 3 പറ വയ്ക്കണത്. അല്ലെങ്കിൽ അത് പറയുന്നില്ല. പറയാം. 2 പറ അരി, 2.5 പറ അരി വെക്കണ കാതൻ ചെമ്പാണ് അധികം ഉണ്ടാവുക. 3 പറ അരി വെക്കണത് വലിയ പ്രഭുക്കളോടെ തന്നെ ഉണ്ടാവും. 4 കാതം ചരക്ക്, 4 കാതം. 2 തണ്ടിട്ടിട്ടാണ് അത് വാങ്ങുക. 2 തണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെയും 2 കാത്, അങ്ങനെ അവിടെയും 2 കാത്. ഇതുമ്പിൽ ഒരു തണ്ടെന്ന് പറഞ്ഞാൽ അത് ഇട്ടിട്ട് ഇതുമ്പിൽ ഇവിടെ 4 ആൾ, അവിടെ 4 ആൾ, അത് 4, ഇവിടെ പിടിച്ച് 16 ആൾ വേണം 4 കാതം ചരക്ക് വാങ്ങാൻ. അതുള്ള സ്ഥലം ഇപ്പോൾ ഇവിടെ അടുത്ത് കുഴപ്പമുള്ളവനെയാണ്. പിന്നെ അമ്പലത്തിൽ വലിയ തിരക്കുണ്ട്. നമ്മുടെ അമ്പലത്തിൽ അത് 4 കാതമൊന്നല്ല, പക്ഷെ വലിയ തിരക്കാണ്. ചതുശ്ലോകത്തിനൊക്കെ എടുക്കണത്. ഈ 4 കാതം തിരക്കിനൊക്കെ എത്ര പേര് എങ്ങനെ? അതിനൊക്കെ സദ്യ 1000 പറ അരി വെച്ച് സർവാണി. 1000 പറ അരി സർവാണി. 1000 പറ അരി 1000 പറ അരി വെച്ചിട്ട് 3 സദ്യ സർവാണി സദ്യ കഴിച്ച ആളാണ് പൂവിള്ളി നീലാണ്ട നമ്പൂതിരിപ്പാട് 6ാം നമ്പരാൻ. അവിടുത്തെ അകത്ത് അസ്മാദിക്കും വേറെ, സർവാണിക്ക് മാത്രമാണ് 1000 പറ അരി. അദ്ദേഹം ഇങ്ങനെ ഇത് പറഞ്ഞിരുന്നില്ലേ,
കുറച്ച് ഇത് മേനി പറയും. മേനി പറയലൊന്നല്ല, മേനി ഉള്ളത് തന്നെ. പക്ഷെ അത് പറയും, അത്രയേ ഉള്ളൂ. അതാണ്. അപ്പം ഇത്രമാത്രം ഈ നാലുകാതം ചരക്കെന്ന് കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട്. നാലുകാതം ചരക്ക് ഞാൻ കാണുകയൊക്കെ ചെയ്തുള്ളൂ. തൊട്ടിട്ടുണ്ടോ? തൊട്ടുണ്ടോ? പിന്നെ തൃക്കിടിരി മനക്കിലെ വേളിക്കേ ഇപ്പം അത് പറയോ? എല്ലാം പറയാം. തൃക്കിടിരി മനക്കിലെ ആരുടെ വേളിയാണ്? ഈ നാരായണപുരേ തോന്നുന്നു, ഇപ്പം മരിച്ചില്ലേ ഈ കുട്ടികളുടെ അദ്ദേഹത്തിനെ വേളിക്കാൻ തോന്നുന്നു. അപ്പോൾ വീട്ടുകളിൽ നിന്ന് അവിടെ ശ്രമത്തിന് ഒരാൾ പോകണം, നിയമമാണ്. അത് ഞങ്ങൾ അവിടുത്തെ കുടിയന്മാരാണ്. തൃക്കിടിരിക്കലെ ഭൂമി കുറച്ചൊന്നല്ല ഉള്ളൂ, നടക്കണ്ട അവിടെ. പാട്ടം കമ്മിയാണ് തൃക്കിടിരിക്കണമെങ്കിൽ. എല്ലാ ജമ്മികളിലും അത്ര പാട്ടമില്ല. അതെയോ? ആ, ഭൂമി നടക്കണമെന്ന് നമുക്ക് എന്തെങ്കിലും തരാവൂ, കിട്ടും. കുറച്ചൊക്കെ ഒരു കരുണയൊക്കെ ആ ഒരു കരുണയുള്ള വകയാണ് അവർ. അപ്പോൾ അവിടുന്ന് പോയി ഞാൻ. അന്ന് ഞങ്ങളവിടെ ഭാഗമൊക്കെ കഴിഞ്ഞു. ഞാൻ ഇങ്ങേപ്പുറത്ത് തന്നെയാണ്. ഓരോ വീട്ടിൽ നിന്ന് ഒരാൾ പോകണം നിയമം, അല്ലെങ്കിൽ വീട്ടിലൊരു സ്വൈരം ഉണ്ടാവില്ല. കാരണന്മാർ അധികം സ്ത്രീകളാണ് പറയുക, മനക്കിൽ വേളിയല്ലേ ചെല്ലേ പറയും. നമുക്ക് അന്നെന്ത് പോകണമെന്ന് അത്ര ഇഷ്ടമല്ല. എന്നാലും പോവും. സുഖമാണ് അവിടെ പോയാ. പിന്നെ ചായ, നേരത്തെ ചായ, പലഹാരം, ഊണ്, ഏമായിട്ടുള്ള ഊണ് അതൊക്കെ തരാവും. എന്നാലും നമുക്കൊരു മടുപ്പ് ഇങ്ങനെ ഉണ്ട്. എനിക്കും കൂടി ഉണ്ടാതെ അറിയാം. അപ്പോൾ ആലോചിച്ച് നോക്കുമ്പോഴുള്ളവരുടെ കഥയെന്ന് ആലോചിച്ചു. പിന്നെ അന്ന് ഞാൻ ഈ ചരക്ക് നിലാറെ കൊണ്ടുവന്ന് എടുക്കാൻ കൂടിയിരുന്നു. ഞാൻ കൂടുതലൊന്നും വേണ്ട, പിന്നെ തൊട്ടുക്കുക അറിഞ്ഞില്ലേ, വലിയ കേമന്മാർ ശക്തന്മാരുണ്ട്, അത് എടുക്കാനൊക്കെ. നെലാറക്കുണ്ടിൽ കൗത്തുക ചെയ്യുക പാത്രങ്ങൾ. അപ്പം ഞാൻ നെലാറക്കുണ്ടിൻ്റെ കേമത്വം കൂടി ഒന്ന് പറയാം. ഇപ്പോഴത്തെ കെട്ടിൻ്റെ ഉള്ളിലാണ് നെലാറക്കുണ്ടേ. ഇപ്പം പത്തായപ്പരയാണിത്. കെട്ടുപൊളിച്ചു. അത് അകത്തേക്ക് കടന്നു. നായന്മാരൊക്കെ കിടക്കാൻ പോലും അകത്തേക്ക്. ആലോചിച്ചൊക്കെ അപ്പോൾ നമ്മളും അതിൽ പെട്ടതല്ലേ. അതെ, കടന്നു. വലിയ ശക്തന്മാരാണ്, ഇന്തോനേഷ്യൻ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. ശക്തന്മാരാണ് അവരൊക്കെ. ഈ തലയ്ക്കുന്ന എവിടെ ഒന്നും കൂടി നീങ്ങുക ഇളകുകയോ ചെയ്തു ആളുകൾ പിടിച്ചപ്പോൾ ഈ ചരക്കൈ. അപ്പോൾ അതിൻ്റെ ആ തലയ്ക്കുന്നുള്ള പാത്രം വീഴണ ശബ്ദം അങ്ങനെ കേൾക്കുന്നു. അട്ടിയിട്ടിടക്കുക കൊണ്ടുപോയിട്ട് പാത്രം, ചെറിയ പാത്രങ്ങളൊക്കെ ഇതിൻ്റെ മേലെ. ഒരു അര ഏക്കറാന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവുമെന്ന് വെച്ചില്ല. ആ നെലാറക്കുണ്ടൻ്റെ വലിപ്പേ ആ കെട്ടിൻ്റെ ഉള്ളിൽ മുഴുവൻ നെലാറക്കുണ്ട. അതിന്ന് വലിച്ച് കൊണ്ടാൽ ഞാനും അതിലൊന്ന് തൊട്ടുന്നു. അപ്പോൾ തൊട്ടു എന്ന് പറയാം. നാലുകടല്ലാതെ നാലുകടം ചരക്ക് തൃക്കിടിരിക്കണില്ല. ഇനി അത് പറഞ്ഞാൽ അത് കേട്ട അന്ന് കുന്നത്തിനും മുഷിയോ വെച്ചത്. ഈ വലിയ ചരക്കുണ്ട്, അത് ഭയങ്കര ചരക്കുണ്ട്. നാലുകടനൊന്നല്ല, അത് പുറത്തേക്ക് കൊണ്ടുവരാനൊന്നും കൂടിയില്ല, കൗത്തിയിട്ടാ കൊണ്ടുവരിക. അതും ഈ തണ്ട് വെച്ചിട്ടല്ലേ ഇങ്ങനെയല്ലേ കൊണ്ടുവരിക? അല്ല, അങ്ങോട്ട് അത് സാധനങ്ങൾ അടുപ്പത്തുനിന്ന് വാങ്ങാനേ തണ്ടേ വേണ്ട, അല്ലെങ്കിൽ പിടിച്ചു കൊണ്ടുവരാം, അല്ലെങ്കിൽ കൊണ്ടുവരാം. ആള് വേണമെന്നേ ഉള്ളൂ. മറ്റത് ചൂടല്ലേ. അപ്പോൾ കൈക്കും കാത് എന്നാണ് പറയുക. അതിലിടണ ആ കാതിന് അങ്ങനെ പിടിച്ചിട്ട് ആ വട്ടത്തിൽ. എൻ്റെ പേര് കൈക്കും കാത്. അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ തണ്ടിടുക. എന്നിട്ടാ പിടിക്കുക. തണ്ട് മുളയാണ്. ഈ പിന്നെ കരിഞ്ഞാലി പറയില്ലേ, അത് ഭയങ്കര മൂപ്പും കട്ടുപ്പുള്ള മുളയാണ്. അതാണ് അത് പൊട്ടില്ല. ഈ നാലുകാതം ചരക്കൊക്കെ അതുകൊണ്ട് തന്നെ അതേപോലെയുള്ള തണ്ട്. അപ്പോൾ ഈ നാലുകാതം ചരക്കിൽ പായസം ഉണ്ടാക്കും ഇല്ലേ? പായസം തന്നെ അല്ലേ? പായസം തന്നെ ഉള്ളൂ. എങ്ങനെയത് അത് ആ പായസം പ്രധാനം ഉണ്ടാക്കിയ പ്രധാനം അല്ലേ? അത് അതിന് തലവാർപ്പുണ്ട്. നാലുകാതം ചരക്കിലേക്കുള്ള തലവാർപ്പെടുക്കുക. ഇഴുത്തിലേ ചോദിക്കും ഇത് കൊണ്ടുവരണോർത്തുനിന്ന്. അതിന് നീളം കൂടും ആ തലവാർപ്പനും കുത്തുകെട്ടതോ. കുത്തുകെട്ടുകാൻ ചെമ്പിലിക്ക ചോറ് വയ്ക്കുമ്പോൾ ഇളക്കുള്ളതാണ് കുത്തുകെട്ട്. അത് ഇരുമ്പ. ഇതിൻ്റെ പിടി മരാണ് തലവാർപ്പ. മറ്റേ ഇതാണ് ചെമ്പോ ഓടോ എന്താണ്, ഓടായിരിക്കും. ഓടാണ്. മറ്റേത് മുഴുവൻ ഇരുമ്പ. അത് ദഹനക്കാരെങ്ങനെയാണ്? ദഹനക്കാർ രണ്ടാളവിടെ രണ്ടാൾ ഇവിടെ. നാലുകാതത്തിൻ്റെ അങ്ങോട്ട് പോവുക. അപ്പോഴേക്ക് ആ ചട്ടുകം അങ്ങോട്ട് വരും. ആ ചട്ടുകം കൂട്ടിമുട്ടൊന്നുമില്ല.
ഇത് പഴപ്രധാൻ ഇളക്കണ ഒരു ചൊല്ലുണ്ട്. പഴപ്രധാനാണ് ഇത്ര മല്ലുള്ള ഒരു പ്രധാൻ വേറെ ഇല്ല ഉണ്ടാക്കാനേ. നേരാവാൻ ഈ പഴം വരട്ടൽ. പഴം വരട്ടുമ്പോൾ 4 ആൾ ഇവിടെ 4 ആൾ അവിടെ. അവിടെ ഇങ്ങനെ ഇരിക്കല്ല അവിടെ നിൽക്കുക. പഴം വരട്ടുമ്പോൾ അത് മുറുകുക എന്നുള്ളത് വെള്ളം വെച്ച് വരുമ്പോൾ ആ ഇളക്കലൊരു ശകരം ഒരു തട്ടുകാണ് പഴച്ചാൽ അത് കരിക്കും. പിന്നെ തീ കത്തുന്നതിനുണ്ട്. തീ വിറക് ധാരാളം വെച്ചിട്ട് അങ്ങോട്ട് കൊണ്ടാ തള്ളരുത്. ക്ഷാമല്ല ഇഷ്ടം പോലെ ആവാം. നല്ല പുളിയുടെ വിറക് ഇങ്ങനെ ഉണങ്ങിയതേ. പുളിയുടെ വിറകിന് ചൂട് കൂടും. പുളിയുടെയും പൂവത്തിൻ്റെ വിറകും അത് മറ്റേ വിറകിനോളം വേണ്ട. അത് ചൂട് കൂടും. എന്താ വെച്ചിട്ട് ഒരു 4 പുറം വലിയ ചെമ്പൽപ്പിൽ ഇതങ്ങോട്ട് കൊണ്ടേ തള്ളരുത്. അരി ഒരു പഴയ ഒരു പുരാണങ്ങളിൽ പറയണത് ഉമ്മത്തും പൂവ് വിരിഞ്ഞ പോലെയാണ് തീ കത്താൻ പാടുന്നു. പാത്രത്തിൻ്റെ മൂട്ടിൽ ഇങ്ങനെ അവിടെ ഇങ്ങോട്ട് എത്തിയാൽ വികസിക്കുക. ഇപ്പം ഇതൊക്കെ കത്തില്ലേ അങ്ങനെയല്ലേ? ഈ ഗ്യാസ് ഒരു ഇങ്ങനെ വികസിച്ച് കത്തില്ല. അങ്ങനെ കത്താൻ പാടും. ഉമ്മത്തും പൂവ് വിരിഞ്ഞ പോലെ. ഉമ്മത്ത് അങ്ങനെയാണല്ലേ? ഉമ്മത്ത് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കും. അങ്ങനെ കത്താൻ പാടും. പിന്നെ എന്നാ വലിയ ചരക്കിന് ആ ഉമ്മത്ത് പോലെ അത് ഉമ്മത്തും പോരാ. അതെ. അപ്പം അതിന് ലേശം കൂടി വലിയ ഉമ്മത്താവണം. അപ്പോൾ ഈ ഇളക്കൽ പിന്നെ ഒരു അയക്കലുണ്ട്. ഈ പഴപ്പുറത്താൽ മുറുകുമ്പോഴത്തെ ഈ ഇത് അയക്കുമ്പോഴും വേണം ഈ ഇളക്കൽ. ആളുകൾ തമ്മിൽ നല്ല ധാരണ വേണം. ധാരണയല്ല, അവർ ആ പ്രവർത്തിയിൽ നിന്ന് വേറെ ഒന്നിലേക്ക് പോകാൻ പാടില്ല. അവർ അവിടെ ശ്രദ്ധിച്ച് നിൽക്കണത് ഇളക്കി. അങ്ങനെയാണ് ഈ പഴപ്പുറം ഉണ്ടാക്കുന്നത്. ഇപ്പം അതിന് പുതിയ വലിയ സാങ്കേതിക വിദ്യ ഉണ്ടോ? എന്നിട്ടാണ് ഇത് കഴിക്കുമ്പോൾ പറയണം അല്ലേ, ഒരു നന പഴച്ചണു. കാർത്തികനാചേലയിൽ ഒരു നന പഴച്ചണു. കാർത്തികനാചേല എന്ന് പറഞ്ഞാൽ മേടം, അശ്വതിയും കാർത്തികക്കാലും മേടക്കൂറ്. കാർത്തികക്കാല് മേടത്തിൽ കഴിയണം. അപ്പം മഴ പെയ്യില്ല. മഴ പെയ്യും തോന്നും ചെയ്യും. മഴക്കാറും വട്ടമൊക്കെ വരും. അന്ന് മഴ പെയ്യും തോന്നുന്നു. ഇത് നനയ്ക്കാൻ കുറച്ച് നല്ലൊന്നല്ലേ, തേവിട്ടാണേ. അന്ന് അണ്ട് കവളിക്കും. ഇന്ന് വേണ്ട, അന്ന് മഴ എന്തായാലും രാത്രി പെയ്യാതെ. അങ്ങനെ 2, 3 നന പഴയ്ക്കും. അത് ഈ കായമ്പ് കാണും. വലിയ ചൂടുവാ കാർത്തികയ്ക്കല്ലേ ഞാറ്റിയല്ലേ. കാർത്തിക കാച്ചില് രോഹിണി പട്ട എന്നാ പറയുക. കാർത്തികയിൽ കായും ലോകം മുഴുവൻ. രോഹിണിയിലൊരു വെയിലുണ്ട്, അതിന് പട്ട എന്നാ പറയുക. പട്ടിൻ്റെ നിറ ആ വെയിൽ രോഹിണി ആറ്റിയല്. അപ്പോൾ അതാണ് ഒരു നന തെറ്റിന്നു തോന്നുന്നു. അപ്പോൾ അത് ഈ കഴിക്കുന്ന ആൾക്ക് മനസ്സിലാവും. അത്ര നോട്ടമുണ്ടാവണം. ഒരു തള പഴച്ചുന്നു. അതുകൊണ്ട് അത്രയും നോട്ടമാണ് പ്രധാനില്. ഈ പ്രഥമൻ എന്ന പേര്, പ്രഥമൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എന്നാണ്. അതെ, പ്രഥമനാണല്ലേ. അത് പറയല്ല, പറഞ്ഞു തരികയല്ല. പിന്നെ പ്രഥമം അതന്നെ കാരണം. അതന്നെയാണ് ഒന്നാം കേമൻ. അതന്നെ സദ്യയിൽ അതന്നെ കേമൻ. പിന്നെ കാളൻ നല്ല കേമനാണ്. കാളനോളം കേമനൊന്നുമില്ല. കാളനുടെ കേമനാവാൻ കാമധേനു എന്ന പശു ഭൂമിയിലത്തെ. അതിലെയാണ് മോര്, തൈര്. പശുവാണ് ഭൂമിയിലത്തെ കാമധേനു. അതെ. അപ്പോൾ കൽപ്പക വൃക്ഷമാണ് തെങ്ങ്, ഭൂമിയിലത്തെ തേങ്ങ. അത് രണ്ടും അതിനോളം നാളികേരത്തിനോളം മോരും കേമല്ലല്ലോ വേറൊന്നും. പിന്നെ ചേനയാണ്. കിഴങ്ങ് വർഗ്ഗങ്ങളിൽ രാജാവാ ചേന. അങ്ങനെയാണല്ലേ? ചേനോളം വലുതൊന്നുമില്ല കിഴങ്ങ്. സ്വാദും അതിൻ്റെ എന്താ പറയുക ഹെൽത്ത് ഇതില്ലേ അതിൽ. ചേനയ്ക്ക് അങ്ങനെ പ്രത്യേക ഗുണമില്ലേ? അതുണ്ട്. കിഴങ്ങ് വർഗ്ഗത്തിൽ രാജാവ് ചേന. സുഗന്ധദ്രവ്യത്തിൽ കേമൻ കുരുമുളക്. കുരുമുളകാണല്ലോ. അതെ അതെ. കുരുമുളക് കഴിച്ചാൽ ഒരു കേടില്ലല്ലോ. കേടില്ല. മറ്റേ മുളക് പോലെ അല്ലല്ലോ. അപ്പോൾ അത് മുഴുവൻ കൂട്ടി ഉണ്ടാക്കുന്നതാണ് ഈ കാളൻ. അതന്നെയാണ് അതിൻ്റെ പ്രാധാന്യം. നാളികേരം കാളനയിലേക്ക് അരക്കിയെന്ന് പറയും. അവിയലിലേക്ക് ചതക്കിയ പോലും. പച്ചമുളകും കരുവേലി പിന്നെ നാളികേരം ചതക്കുക.
അത് അത്രേ വേണ്ടു അവിയലിക്ക്. കാളനെല്ലിക്ക് അത് പോരാ, അരയ്ക്കന്നെ വേണം. അരയ്ക്കന്നെ വേണം. ഈ ഇല അമ്മിയുടെ 4 പുറവും ഇല വിരിക്കും. ആ അത് ഇതുമെന്ന് വീഴണത് ആ ഇലയിലേക്ക് വീഴാണ്. അമ്മിമെന്ന് ഇങ്ങനെ അങ്ങോട്ട് അരച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് നീക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് അരച്ചാൽ അങ്ങോട്ട് തട്ടാറായി. അത്ര കേമാണ് ആ അമ്മിക്കൊഴി. അത് ആ ഇലയിലേക്ക് ആ തട്ടുക, ആ തലയിൽ ആ തല അപ്പോഴേക്ക് ഈ പറഞ്ഞ പോലെ വെണ്ണ നെയ്യ് പോലെ ആയിട്ടുണ്ടാവും. എന്ത് അധ്വാനം! അയ്യോ, ഇങ്ങനെ ഒരു അധ്വാനം. ദേഹണം എന്ന് പറഞ്ഞാൽ തന്നെ അതാത്രയും. അതാണ് ദേഹം, ദേഹത്തിൻ്റെ ദണ്ണം. ദേഹത്തിൻ്റെ ദണ്ണം. അതന്നെ ദണ്ണം. ശരിയാണ്. രാത്രി മുഴുവൻ അയ്യോ ഭക്ഷണം കഴിക്കാൻ തോന്നൂല്ല രാവിലെ. അവർക്കൊന്നും ചെല്ലില്ല ഇതിൻ്റെ ഇതൊക്കെ കേട്ടിട്ട്, ഈ മണം ഒക്കെ ആയിട്ട്. ഇവിടെ ഈ ഭാഗത്ത് ആ ഭാഗത്തും വേറെ ശംഖു ആശാരി ഒരു ദേശത്തെ ആശാരിയാണ്. അവന് പിന്നെ കുറച്ചൊരു പുതുമയുണ്ട്. പഴമയറിയും പുതുമയറിയും. ആ വിനയമായിട്ടുള്ള വർത്തമാനം. എന്താ വിനയം? കുറച്ച് അതിവിനയമായിട്ടുള്ള അതിവിനയമാണ്. അതിവിനയം പാടില്ല എന്നും കൂടി ഉണ്ട്. പക്ഷെ എന്നാലും അയാളത് ചെയ്യുമ്പോൾ ഒരു സുഖം തോന്നും, ആർക്കും തോന്നും. അതെ. ഇന്നിപ്പോൾ എവിടേക്കാവോ പുറപ്പെട്ടെന്ന് ആളെ കണ്ടങ്ങോട്ട് മാറി നിന്നിട്ടേ. ചെറുപ്പശ്ശേരി അത്രേ ഉള്ളൂ, ചെറുപ്പശ്ശേരികളേ ഉള്ളൂ പറഞ്ഞാൽ. അങ്ങനെ ഒരു വർത്തമാനം. അങ്ങനെയാണ്. ഇവിടെ ഇവരെ ഈ കൃഷ്ണല്ലേ, അയാളൊരു കൃഷ്ണനുണ്ട്. അയാളുടെ അച്ഛൻ രാമൻ അവിടെ കയറണം ഈ ഭാഗം.